everyone, welcome to the world of English. It is me ESR from MS Solution. ഇനി എന്തിനും വേറൊരു സൊല്യൂഷൻ. എടാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാം പേപ്പറുകളിലൊക്കെ സാധാരണയായി കാണാറുള്ള അഡ്വർടൈസ്മെന്റ് ജിംഗിൾസിനെ കുറിച്ചാണ്. സോ അഡ്വർടൈസ്മെന്റ് ജിംഗിളിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കിയാലോ. Prepare to engaging rhythmatic sentence suitably for catchy advertisement jingle to promote EcoClean Extractor, a device to extract or remove plastic waste from the environment എന്ന് പറയുന്നുണ്ട്. എടാ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ. പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുന്ന നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നും പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതിൻ്റെ പേരാണ് EcoClean Extractor എന്ന് പറയുന്നത്. സോ അതിനൊരു പറ്റിയ ആ ഒരു പ്രൊഡക്റ്റിന് ആ ഒരു ഡിവൈസിന് പറ്റിയ ഒരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം എന്ന് പറയണം കേട്ടോ. പ്രിപ്പയർ ടു എൻഗേജിങ് റിതമാറ്റിക് ഭയങ്കര റിതമാറ്റിക് അല്ല, ഭയങ്കര താളത്തിലുള്ള സെൻറ്റൻസ് ആയിരിക്കണം, പിന്നെ ക്യാച്ചി ആയിട്ടുള്ള വേർഡുകളായിരിക്കണം. അതൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കേട്ടോ, ഇതിന് പറ്റിയൊരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾ സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നോക്കാം. സോ ഇതൊരു 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടത്. സോ നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ മോഡൽ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ്, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചേക്കാം. സോ എഴുതി വെച്ചോ. ഡോണ്ട് ലെറ്റ് ദ പ്ലാസ്റ്റിക് സ്റ്റേ ആൻഡ് ലാസ്റ്റ്, എക്സ്ട്രാക്ട് വിത്ത് EcoClean ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന് എന്ത് ചെയ്യരുത്, ഒരുപാട് കാലം ഇവിടെ അവസാനം വരെ ഇവിടെ സ്റ്റേ ചെയ്യിപ്പിക്കരുത്. സോ അതിന് എന്താണ് EcoClean എക്സ്ട്രാക്ടർ കൊണ്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയാൻ കേട്ടോ. അതിൻ്റെ ഒരു താളം നിങ്ങൾ നോക്കണം. ഡോണ്ട് ലെറ്റ് ദ പ്ലാസ്റ്റിക് സ്റ്റേ ആൻഡ് ലാസ്റ്റ്, എക്സ്ട്രാക്ട് ഇറ്റ് വിത്ത് EcoClean ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ഫാസ്റ്റ് അങ്ങനെ ഒരു ഋതം വരണം, റൈമിങ് ഒക്കെ വരണം കേട്ടോ. ഓക്കെ, പിന്നെന്താ, കീപ് ദ ഗ്രീൻ അതായത് പച്ചയെ നിലനിർത്തുക. ലോസ് ദ ബ്ലൂവിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക്കിനെയാണ് കേട്ടോ. ദ EcoClean എക്സ്ട്രാക്ടർ വർക്ക്സ് ഫോർ യു. EcoClean എക്സ്ട്രാക്ടർ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള റിതമാറ്റിക് ആയ സെൻറ്റൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊരു ജനറൽ ഏരിയയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം EcoClean എക്സ്ട്രാക്ടർ എന്നുള്ളത് നമ്മുടെ പുസ്തകത്തിൽ പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തായിട്ട് നമുക്കൊരു ഓർമ്മയില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ വന്നേക്കാം. അഡ്വർടൈസ്മെന്റ് ജിംഗിൾ അല്ലെങ്കിൽ പ്രൊമോഷണൽ ടാഗ്ലൈൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, വന്നേക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ചോദിക്കും. അഡ്വർടൈസ്മെന്റ് ജിംഗിളിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് മുന്നേ ചോദിച്ചിട്ടുണ്ട്. സോ അതുപോലെ മറ്റൊരു ഏരിയ ഉണ്ട്, പ്രൊമോഷണൽ ടാഗ്ലൈൻ എന്ന് പറഞ്ഞിട്ടില്ല. അതിനൊരു വീഡിയോ സാർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളോട് ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ എന്താ പറയുക, ഫിനിക്സ് സർവീസസ് എന്നുള്ള ചാപ്റ്റർ എന്നൊരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ബിക്കോസ് അതിലൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, ഒരു പാഡിനെ കുറിച്ച്. പാഡ് മാൻ ഓഫ് ഇന്ത്യ അറിയില്ല, അരുണാചല മുരുകാനന്ദം, അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകൾ, അദ്ദേഹത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ചാപ്റ്റർ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ നിന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ് ജിംഗിളിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.